ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പയർ ഇത്ര പരുവായിട്ടുണ്ട്. അതുപോലെ പയറിൽ മുഞ്ഞ കയറിയതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് നമ്മൾ പുകയില കഷായം യൂസ് ചെയ്തിരുന്നു. നല്ല എഫക്റ്റായിരുന്നു. അതുപോലെ നമ്മുടെ പാവലിനും പുഴു എഫക്റ്റ് ചെയ്തിരുന്നു. അതിന് ഞാൻ ആ പുകയില കഷായം തന്നെയാണ് യൂസ് ചെയ്തത്. അത് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമ്മളിവിടെ 9 തൈകളാണ് വെച്ചിരുന്നത് കോളിഫ്ലവറിൻ്റെ. അത് 9 നല്ലതുപോലെ ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കോളിഫ്ലവറാണ് ഇത്. നമ്മൾ 2 എണ്ണം കട്ട് ചെയ്തെടുക്കുകയാണിപ്പോൾ. അത്യാവശ്യം വലിപ്പമുള്ള കോളിഫ്ലവറാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ നമ്മൾ വന്ന് മുളകും അതുപോലെ വഴുതനയൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. സമയവും സൗകര്യവും നമുക്ക് ഞായറാഴ്ച മാത്രമാണ് കിട്ടുന്നത്. തക്കാളിക്കയും പാകമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക നിറച്ച് നമുക്ക് നല്ലതുപോലെ വിളവ് കിട്ടിയിരുന്നു. വളരെ അധികം വിളവ് നമുക്ക് ഇതിനകത്തുനിന്ന് ലഭിച്ചിരുന്നു. കണ്ടില്ലേ, ബുള്ളറ്റ് മുളക്. ഇത് നമ്മൾ രാവിലെ വന്ന് കളക്ട് ചെയ്യാറുണ്ട്. വഴുതനയും അതുപോലാണ്. വഴുതന ഇപ്രാവശ്യം ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് കായ്ച്ചത്. ഈ വയലറ്റ് കളറും പച്ച കളറിലേ ഉണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള നല്ല നീളവുമുള്ള വഴുതനങ്ങയാണ്. കണ്ടില്ലേ, ഇത്രയധികം നിൽക്കുകയാണ്. ഇത്രയും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ തനിയെ കിളിർത്ത് വന്ന പാവലാണ് കേട്ടോ ആ കാണിച്ചത്. വഴുതനങ്ങയുടെ ഭാരം കാരണം നമ്മുടെ ചെടികളെല്ലാം നല്ലതുപോലെ ചാഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അതിന് ഏട്ടൻ കമ്പ് കെട്ടി താങ്ങ് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ലതുപോലെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 2 കളറിലുള്ള വഴുതനമാണ് നമ്മൾ വെച്ചത്. ഒന്ന് പച്ച കളറും ഒന്ന് വയലറ്റ് കളറും. ഇന്നത്തെ ഞങ്ങളുടെ കൃഷിക്കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നന്ദി.